അവനാന്നോടി? ആരെയും കാണുന്നില്ല. നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇപ്പൊ വന്നാ. നിനക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഞാനൊന്ന് പോയി നോക്കാം. വേണ്ട, നേരെ ഒരുപാട് രാത്രിയായി. ഇനി ഇപ്പൊ എവിടെ പോയി നോക്കാനാ? എവിടെയെങ്കിലും പോയി നോക്കാം. ഞാനങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയില്ലേ? ഞാൻ സംസാരിച്ചു വിട്ടതുകൊണ്ടാണ് നിങ്ങളുടെ അമ്മയും മകനും തമ്മിൽ അയക്കും. എപ്പോഴാ വന്നത് നീ? കുറച്ചേരായി. വിളിക്കാറുന്നില്ലേ നിനക്ക്? വാ വന്നൂണ് കഴിച്ചു കിടക്ക. വേണ്ട, എനിക്ക് വിശപ്പില്ല. ആ പരമേശ്വരൻ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നല്ലത്. എന്താണ് പരിപാടി എന്ന് അറിയുന്നവരെ അവന്റെ കണ്ണിൽ പെടണ്ട. എവിടെയാ ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചോളാം. വേണ്ട, കുഴപ്പമില്ല. ആരും സംശയിക്കാതെ ഞാൻ എത്തിച്ചോളാം. കുഴപ്പമുണ്ട്. സേതുവിന് വേണ്ടി നിങ്ങളാരും നശിക്കണ്ട. അറിയിച്ചതിന് നന്ദി. വയ്ക്കോ. അല്ല സേതു, മുത്തശ്ശിയുടെ സമ്മാനം ഇപ്പൊ ഇത് ആവശ്യമായി വന്നിരിക്കുന്നു. വേണ്ട ഏട്ടാ, അത് കളഞ്ഞേക്ക്. അതൊക്കെ മനഃപൂർവ്വം ചേട്ടൻ ആരെയും വേദനിപ്പിക്കില്ല. ജീവൻ രക്ഷിക്കാൻ ഇതിന് വേണം. ഇതൊക്കെ പറഞ്ഞ് അച്ഛനെ അമ്മയെ നീ ഭയപ്പെടുത്തരുത്. ആര് വന്ന് ചോദിച്ചാലും ഏട്ടനോടില്ല, ഇപ്പൊ വീട്ടിൽ വരാറില്ലെന്ന് പറഞ്ഞാൽ മതി. നീ വിഷമിക്കണ്ട. അമ്മേ, അമ്മുകുട്ടി, നമ്മൾ രക്ഷപ്പെട്ടടി. എന്താ? SI സെലക്ഷന്റെ ലിസ്റ്റ് വന്നു. സേതുവിന് 2nd റാങ്ക്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവല്ലോ. നിനക്കുള്ളത് ഇന്റർവ്യൂ കാടാ, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്. ചെക്കന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അവനെവിടെയാ പോയെ? ഇതൊന്ന് പറയാൻ.
നിന്റെ കൈയും കാലും പറ്റി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണ. എനിക്ക് ജീവിക്കണം. ആരും കാണാതെ അതിനകത്ത് കിടന്ന് ചത്തുപോകാണ്ടിരിക്കാനാ. അച്ഛനാരെ, നിങ്ങൾ വിഷമിക്കണ്ട. SI ചെന്ന് വിളിച്ചപ്പോ മറുത്തൊരക്ഷരം പറയാതെ അവൻ കൂടെ പോന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അവനെ തൊട്ടിട്ടില്ല. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നതല്ലേ. ആ പരമേശ്വരന്റെ 2 കൈന്റെ എല്ലാം എടുത്ത് കളയേണ്ടി വന്നു. ഒരു കണക്കിന് നന്നായി. അക്കൈ കൊണ്ട് ഇനി അവനൊന്നും ചെയ്യില്ലല്ലോ. ഞാനാ പറഞ്ഞിട്ട് വരാൻ എന്ത് കുട്ടിത്തരായി കാണിക്കണം. അച്ഛനാരെ, എന്ത് ഭ്രാന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ലോകപ്പേടം ചത്തുപോയ ഞാനാ സമാനം പറയണ്ടേ? ഇവനെ കൊന്നുകളഞ്ഞേരി സാറേ. എനിക്കിനി അവന് വേണ്ട. എന്റെ മോനെ കണ്ടോ? കണ്ടു. നാളെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യത്തിൽ ഇറക്കണം. അവനെ ശിക്ഷിക്കുമോ? അച്ചു എപ്പോ വന്നു? സന്ധ്യയായി. അച്ചു വന്നിട്ട് പോകാമെന്ന് കരുതി. ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വരൂ. വീട്ടിൽ ഭാരതിയും അവരുടെ ബന്ധുക്കളും ഒക്കെ വളരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ വിവാഹം ഉടനെ നടത്തണമെന്നും പറഞ്ഞു. ഞാനും അത് ആലോചിക്കുകയല്ല. വിവാഹമൊക്കെ കഴിക്കുമ്പോൾ അവനൊരു ഉത്തരവാദിത്വ ബോധമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തന്നെ സെലക്ഷനായി. നിയമനവും അടുത്ത് തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന അതല്ല. ഭാരതിയുടെ വകയിൽ ഒരു ആങ്ങളയുടെ മകൻ ദുബായിലുണ്ടല്ലോ, ശിവശങ്കരൻ. കൊരട്ടിയിൽ മടത്തിപ്പറമ്പില. അയാളുടെ ഒരു ആലോചന ഇങ്ങനെ മുറുകി നിൽക്കുക. എനിക്കൊട്ടും മനസ്സിലായിരുന്നു. ഇവിടെ വന്നറിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോ ശരിയാണ് കൃഷ്ണേട്ട. സേതു ഇനി അവനെ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് ബുദ്ധി.
അവൻ നമുക്ക് നഷ്ടപ്പെട്ടു. കൃഷ്ണേട്ടന് വാക്കൊടുത്തു. അച്ചു, നിനക്ക് എന്നോട് വിഷമം തോന്നരുത്. ഏയ്, ഒരിക്കലും ഇല്ല. ദേവിയുടെ സ്ഥാനത്ത് എന്റെ ലതയാണെങ്കിൽ ഞാനും ഇങ്ങനൊരു തീരുമാനം എടുക്കും. ഒന്നാലോചിക്കാൻ പോലും വന്നു വരില്ല. ദേവി മോള് സുഖമായിരിക്കട്ടെ. അവൾ ഒട്ടും സമ്മതിക്കുന്നില്ല. സേതു അവളെ വേണ്ടെന്ന് പറഞ്ഞാലും അവൾ ഉപേക്ഷിക്കില്ലെന്ന് പറയുന്നു. ജാമ്യം കിട്ടിയിട്ട് സേതു നേരിട്ട് അവളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞാലും. കുട്ടിയായിരിക്കുമ്പോ കുസൃതി കാണിച്ച കൃഷ്ണേട്ടൻ തല്ലാൻ വടിയെടുപ്പിക്കും. അവനെ കൊണ്ട് തന്നെയായിരുന്നു. അതുപോലെ ഇത് വേണോ കൃഷ്ണേട്ട? സഹിക്കാൻ പറ്റണ്ട. എനിക്കറിയാം അച്ഛ. അച്ഛൻ പൊയ്ക്കോ. അമ്മയോട് വിഷമിക്കരുതെന്ന് പറയണം. ദേവിയുടെ കല്യാണാണ്. കൃഷ്ണമാവൻ വന്നിരുന്നു. നീ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് അവർക്ക് പേടിയുണ്ട്. അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. സ്കൂളാണ്, മറ്റധ്യാപകരുണ്ട്. കരയരുത്. ഇന്ന് ജാമ്യത്തിലിറങ്ങി. നിശ്ചയം കഴിഞ്ഞു. കരയരുത്. ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ടുപോകണം. ഈ നിമിഷം ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് നടക്കില്ല. ഞാൻ തയ്യാറല്ല. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെടണം. അല്ലെങ്കിൽ നീ എനിക്കൊരു ബാധ്യതയാവും. ബാധ്യതയോ? അതെ, ധാരാളം കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട്. അതിനിടയിൽ ദേവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. മാത്രമല്ല, ഇന്ന് നീ എന്റെ മനസ്സിലില്ല. സേതുട്ടാ, നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം. അല്ലേ? എന്നെ ഇനി ഓർക്കരുത്.
ഭയപ്പെടണ്ട. വഴക്കുണ്ടാക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല വന്നത്. യാത്ര പറഞ്ഞ് പിരിയാൻ. അവളെ ആശ്വസിപ്പിക്കണം. നല്ലതേ വരൂ എല്ലാവർക്കും. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേകുമീ വെണ്ണേകവും മഴനീർക്കിനാവായി മറഞ്ഞു ദൂരെ ഉള്ളോർക്കുടം കേണുറങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി ഒരു കുഞ്ഞു പാട്ടായി വിതുമ്മി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു ആരെയോ തേടിപ്പിടഞ്ഞു കാറ്റും ഒരുപാടു നാളായലഞ്ഞു പൂന്തെന്നലി പൊന്നോളമായി ഒരു പാഴ്കിരീടം മറഞ്ഞു കഥനങ്ങളി തുണയാകുവാൻ വെറുതെയൊരുങ്ങുന്ന മൗനം എങ്ങോ ഉള്ളോർക്കുടം പോലെ വിങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി